അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. തൊണ്ടവേദന ആയതുകൊണ്ട് സൗണ്ടൊന്നും ഇല്ല. അപ്പോൾ ഉള്ള സൗണ്ടിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളിൽപ്പെട്ട ഒരത്ഭുതകരമായ ഒരു ഇസ്മിനെ കുറിച്ചാണ്. നാം കുറേ ഇസ്മുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിനേക്കാൾ മഹത്വമുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരു മഹത്വമുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പം ഈ പറയപ്പെടുന്ന ഇസ്മ് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം അത്ഭുതകരമാണ്. അപ്പം അത്രയും മഹത്താക്കപ്പെട്ട ഒരു നിസ്കാരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു അമൽ ചെയ്യേണ്ടത്. നമ്മളുടെ ആഗ്രഹം മിന്നൽ വേഗത്തിൽ സാധിച്ചു കിട്ടുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ്. നമുക്ക് പല പല ആഗ്രഹങ്ങളുണ്ടാവും. മക്കളില്ലാത്തവർക്ക് മക്കൾ, ജോലിയില്ലാത്തവർക്ക് ജോലി, വീടില്ലാത്തവർക്ക് വീട്, അങ്ങനെ പല പല ആഗ്രഹങ്ങളും ഉണ്ടാവും. അപ്പം നമ്മളെ ആഗ്രഹം, മനുഷ്യരുടെ ആഗ്രഹം ഒരിക്കലും തീരില്ല. കാരണം നമുക്ക് ഓരോന്ന് കിട്ടുമ്പോഴും നമുക്കതിൻ്റെ ബാക്കിലായിട്ട് വേറെ വേറെ ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നേടിയെടുക്കാൻ പറ്റിയ, ഇത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റിയ ഒരു ഇസ്മാണ് യാ വഹാബ് യാ അല്ലാ എന്നുള്ള ഒരു ഇസ്മ. അപ്പം ഈ ഒരു ഇസ്മ ചൊല്ലുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത് നമ്മളുടെ ആഗ്രഹം മിന്നൽ വേഗത്തിൽ സാധിച്ചു കിട്ടുകയും അതുപോലെ തന്നെ ബർക്കത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നമുക്ക് സമ്പത്ത് കൂടി കുമിഞ്ഞു കൂടുന്നതാണ്. അപ്പോൾ നമുക്ക് ഐശ്വര്യം വന്നു ചേരുകയും മനുഷ്യരുടെ മുന്നിൽ നമുക്കൊരു എന്താ പറയണ്ടേ, ഒരു അംഗീകാരം കിട്ടുകയും നമ്മളുടെ ജനങ്ങൾ നമ്മളെ എല്ലാവരും അംഗീകരിച്ച് എടുക്കുന്നതുമാണ്. അപ്പം അത്രയും മഹത്താക്കപ്പെട്ട ഒരു ഇസ്മാണ് യാ വഹാബ് യാ അല്ലാ എന്നുള്ളത്. അപ്പം അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ്, എത്രയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ നോക്കാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അസ്മാഉൽ ഹുസ്ന കൊണ്ട് ആരെങ്കിലും ദുആ ചെയ്താൽ അവർക്ക് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന്. അത് അള്ളാഹു തന്നെ പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ അത്രയും മഹത്താക്കപ്പെട്ട നാമങ്ങൾ നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ, നമ്മളുടെ ഈ ഇസ്മ നമ്മൾ ഹൃദയത്തിൽ വെച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റമുണ്ടാവും. വെറും 11 തവണ അല്ലെങ്കിൽ 33 തവണ മാത്രമേ ചൊല്ലേണ്ടതുള്ളൂ. അപ്പം അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു നിസ്കാരമാണ് ളുഹാ നമസ്കാരം. ളുഹാ നമസ്കാരത്തിൻ്റെ പവിത്രതയും ശ്രേഷ്ഠതയും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ളുഹാ നമസ്കാരം ചിലർ 2 റക്അത്ത് നമസ്കരിക്കും, ചിലർ 4 റക്അത്ത് നിസ്കരിക്കും, എത്രയാവട്ടെ. അപ്പം ആ ഒരു നിസ്കാരത്തിൽ അവസാനത്തെ സുജൂദിൽ നമ്മൾ എത്രയാണോ നമസ്കരിക്കുന്നത് ആ ഒരു അവസാനത്തെ സുജൂദിൽ, 2 ആണെങ്കിൽ 2ാമത്തെ സുജൂദിൽ, 4 ആണെങ്കിൽ 4ാമത്തെ സുജൂദിൽ, അങ്ങനെ 4ഓ 2ഓ എത്രയായാലും ആ ഒരു സുജൂദിൽ നാം ചൊല്ലേണ്ടത് 11 തവണ അല്ലെങ്കിൽ 33 തവണ ഈ ഒരു ഇസ്മ പറയുക, യാ വഹാബ് യാ അല്ലാ എന്നുള്ളത്. അള്ളാഹു അവന് വലിയ ഐശ്വര്യവും കൊടുക്കും. അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഉത്തരം പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ അതിൻ്റെ അർത്ഥം അറിഞ്ഞു ചൊല്ലുകയാണെങ്കിൽ നമുക്കതിനേക്കാൾ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഒരു ഉപകാരവും പ്രതീക്ഷിക്കുന്നില്ല, എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചെയ്യുന്നു, അള്ളാഹു മറ്റുള്ളവരിൽ നിന്ന് ഒരു കാര്യവും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. അപ്പം ആ ഒരു ഇസ്മിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് നേട്ടമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ചൊല്ലാവുന്നതാണ്. ചില ആൾക്കാർക്ക് ഖുർആൻ അറിയുണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള ഇസ്മുകൾ കൊണ്ട് നമ്മുടെ ജീവിതം മാറ്റി മറിയുന്ന രീതിയിൽ നടക്കുക. നമുക്ക് ഈ ഒരു ഇസ്മ മതി. ഈ ഒരു ഇസ്മ എന്നല്ല, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പല പല ഇസ്മുകളുണ്ട്. അപ്പോൾ അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇസ്മുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നു ചേരും ഇൻഷാ അല്ലാ. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.